ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങക്ക് രണ്ട് ഓപ്ഷൻ എടുക്കാം. ഒന്ന്, അങ്ങക്ക് അങ്ങയുടെ ആനയുമായി കൂപ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് അങ്ങക്ക് ഫുൾ ടൈം സിനിമാ മേഖലയിലേക്ക് പോകാം. അതുകൊണ്ട് മീൻ കച്ചവടക്കാരെ ആക്ഷേപിക്കാൻ വരണ്ട. അങ്ങക്ക് അറിയാവുന്ന പണി അങ്ങ് ചെയ്യുക, എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്യും, മീൻ കച്ചവടക്കാർക്ക് അറിയാവുന്ന പണി അവരും ചെയ്യട്ടെ. അത് അന്തസ്സുള്ള ഒരു പണി തന്നെയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പത്തനാപുരത്ത് ഏറ്റവും വലിയൊരു വികസനം ആവശ്യപ്പെട്ടിരുന്നത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരുടെ ഇടത്താവളമാണ്. ആ ഇടത്താവളത്തിന് 25 വർഷമായി അങ്ങ് എന്ത് ചെയ്തു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുണ്ടയത്ത് മൂലക്കട ഈസ്റ്റ്, മാർക്കറ്റ് തുടങ്ങിയ വാർഡുകൾ ജനറൽ വാർഡുകളാണ്. അവിടെ പുരുഷന്മാർക്ക് മത്സരിക്കാൻ സാധിക്കും. മാത്രമല്ല കുണ്ടയം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ജനറലാണ്, അവിടെയും മത്സരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതുപോലും അറിയാത്ത വിടുവായിത്തരം പറയാൻ അങ്ങ് നാവ് ദയവായി തുറക്കരുത്. അതുകൊണ്ട് പത്തനാപുരത്ത് നിങ്ങൾ പറയൂ, നിങ്ങൾ എന്ത് വികസനം ചെയ്തു? നിങ്ങൾ പറയുന്നതെല്ലാം പേപ്പർ കടലാസിൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ മന്ത്രി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാറിലെത്തി ഒരുപാട് മീൻ കച്ചവടക്കാരെ വിമർശിക്കുന്ന തരത്തിൽ, കളിയാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയുണ്ടായി. പഞ്ചായത്ത് ഓഫീസ് മുമ്പിൽ പിന്നെ ചാള വിൽക്കാനും മത്തി വിൽക്കാനും ഒക്കെ പോയി ഓരോ ഷോ കാണിക്കുന്നവരെ, ഈ പാവങ്ങളോട് ഒരു നന്ദി പറയാൻ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ അവരെ ഓർത്ത് ലജ്ജിക്കുകയാണ് എന്ന്. അതിനുള്ള കാരണം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പറായ ഞാനും ഫറൂഖ് മുഹമ്മദും നിവാസും ചേർന്നുകൊണ്ട് അവിടെ പ്രതീകാത്മകമായി മാർക്കറ്റ് അവിടെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു മത്സ്യ കച്ചവടവും പച്ചക്കറി കച്ചവടവും ഒക്കെ ചെയ്ത് പ്രതിഷേധിക്കുകയുണ്ടായി. അതിൽ മീൻ കച്ചവടം നടത്തുന്നത് അല്ലെങ്കിൽ മീൻ കച്ചവടം നടത്തുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു പ്രവണതയായിട്ടാണ് മന്ത്രി പറഞ്ഞത്. മീൻ കച്ചവടം നടത്തുന്ന ആ മെമ്പറെ, അതായത് എന്നെ, ആ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും അദ്ദേഹം പുതിയ പഞ്ചായത്ത് ഓഫീസിൽ പണിയുമ്പോൾ അവിടെ മീൻ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിത്തരാമെന്നാണ് പറയുന്നത്. മുമ്പിൽ അവരെ ഇങ്ങോട്ട് പഞ്ചായത്ത് ഓഫീസ് ഇപ്പൊ കുഴപ്പമില്ല, പുതിയ പഞ്ചായത്ത് ഓഫീസ് കഴിയുമ്പോൾ ഒഴിഞ്ഞ് അത് മറ്റത് ഒഴിയുമ്പോൾ വേണമെങ്കിൽ മീൻ കച്ചവടത്തിന് അദ്ദേഹത്തിന് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. അങ്ങനെ വേണ്ട, മെനക്കെട്ട് വെളിയിൽ പോയി നിന്ന് നാട്ടുകാരെ കാണിക്കാനും പോലീസുകാരെ പേടിപ്പിക്കാനും വേണ്ടി പോണ്ട. അങ്ങനെ മീൻ 5000-ലധികം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കപ്പെട്ടാണ് പത്തനാപുരം മാർക്കറ്റിൽ ഷോപ്പിംഗ് മാൾ കൊണ്ടുവരുന്നത്. ആ ഷോപ്പിംഗ് മാൾ കൊണ്ടുവന്നപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട മീൻ കച്ചവടക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും പച്ചക്കറി കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞ് വർഷം 10 ആകുമ്പോൾ പോലും അതിന് ഇതുവരെയും ഒരു ചെറുവിരൽ അനക്കാത്ത മന്ത്രിയും പഞ്ചായത്ത് ഭരണസമിതിയുമാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടമല്ല നിങ്ങൾ പറയേണ്ടത്, കഴിഞ്ഞ 50 വർഷത്തെ വികസന നേട്ടം പറയണം. ഈ പത്തനാപുരത്ത് ഒരു മാർക്കറ്റില്ല, ഉണ്ടായിരുന്ന മാർക്കറ്റ് പൊളിച്ചിട്ട് ഇതുവരെയും പുനരധിവാസം നടത്തിയിട്ടില്ല. ഇവിടെ ഷോപ്പിംഗ് മാൾ 35 കോടി രൂപ മുടക്കി നിർമ്മിക്കും, അത് ആളുകൾക്ക് ലേലം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്തനാപുരത്ത് പൊതു ശ്മശാനം ഇതുവരെയും സ്ഥലം വാങ്ങിച്ചിട്ടും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ പറയുന്ന പൊതു കളിസ്ഥലം ഇതുവരെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വമുള്ള പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗ ശല്യമുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ ബണ്ട് നിർമ്മിക്കാൻ, ഫെൻസിംഗ് വേലി കൃത്യമായി നിർമ്മിക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായയുടെ കടിയേക്കുന്ന നിരവധി കുഞ്ഞുങ്ങളാണുള്ളത്, നിരവധി ആളുകളാണുള്ളത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് പേപ്പട്ടിയുടെ കടി കൊണ്ട് നിയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ മരണപ്പെട്ടത്. ഈ തെരുവ് നായകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി കുരിയോട്ടുമലയിൽ 3 ഏക്കർ സ്ഥലത്ത് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പോലും ഓരോ വർഷവും 3 ലക്ഷം രൂപ വീതം നൽകി റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന പദ്ധതി കെട്ടിടം പണിതിട്ട് ഇതുവരെ തെരുവ് നായകളെ അങ്ങോട്ടേക്ക് ഷെൽട്ടർ ചെയ്യാൻ കഴിയാത്തൊരു പഞ്ചായത്താണ്. പത്തനാപുരത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ 100 കണക്കിന് ആളുകളാണ് വീടിനും വസ്തുവിനും അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. 5 വർഷമായിട്ടും ഒരാൾക്ക് പോലും വീടും വസ്തുവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിലെ ഭവനത്തിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള, വീടിന് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളുടെ എഗ്രിമെന്റ് വെച്ചിട്ട് 200-300-ലധികം ആളുകൾക്ക് 1 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു പഞ്ചായത്താണ് പത്തനാപുരത്തുള്ളത്. നിലവിൽ വികസനം എന്ന് പറഞ്ഞ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞ് 15 കോടി രൂപയുടെ പോസ്റ്റർ അടിച്ചു, 15 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചു. പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചു. പത്തനാപുരത്ത് 15 കോടി രൂപയുടെ സ്റ്റേഡിയം പണിയാൻ ഏതൊരു മേഖലയിൽ നോക്കിയാലും അഴിമതിയും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പുമാണ്. എല്ലാ ഗ്രാമീണ റോഡുകളും പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിന്റെ മുന്നിൽ ഇറങ്ങി നോക്കുമ്പോൾ അവിടെയൊക്കെ റോഡുകൾ നിങ്ങളത് പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ ഏതൊരു അർത്ഥത്തിലും വികസനം എന്ന് പറയുന്നത് ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതീകാത്മകമായി ഇതിന് ഓരോ വിഷയത്തിലും സമരം ചെയ്യുമ്പോൾ, ആ സമരം ചെയ്തത് മീൻ കച്ചവടക്കാർക്ക് വേണ്ടി സമരം ചെയ്തതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. മീൻ കച്ചവടം എന്ന് പറയുന്നത് ഒരു മോശം തൊഴിലായി ഞാൻ ഒരിക്കലും കാണുന്നില്ല. എൻ്റെ പിതാവിന് മീൻ കച്ചവടമായിരുന്നു. ഞാൻ എൻ്റെ 5ാം ക്ലാസ് മുതൽ രാവിലെ പത്തനാപുരം പഞ്ചായത്തിൽ ചെന്ന് മീനും ചീനിയും വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്.
അതുകൊണ്ട് എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ അനുഭവം പറയാനുണ്ട്. അവർക്കൊക്കെ വൈകാരികമായി മാർക്കറ്റുമായിട്ടുള്ള ബന്ധം പറയാനുണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ വന്നാൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരം തുലച്ചിട്ട് പത്തനാപുരത്ത് കഴിഞ്ഞ 25 വർഷമായി MLA ആയി തുടർന്ന ഗണേഷ് കുമാറിന് ഇവിടെ ആർക്കെങ്കിലും ഒരു ജോലി കിട്ടുന്ന ഒരു സംരംഭം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കുണ്ടയം വ്യവസായ പാർക്ക് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവിടെ സംരംഭം തുടങ്ങുന്നതിന് നിങ്ങൾ ആ താഴ് തുറന്നു കൊടുത്തിട്ടുണ്ടോ? പത്തനാപുരത്ത് നിങ്ങൾ പറയൂ, നിങ്ങൾ എന്ത് വികസനം ചെയ്തു? നിങ്ങൾ പറയുന്നതെല്ലാം പേപ്പർ കടലാസിൽ മാത്രമാണ്. അതുകൊണ്ട് ആ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ മീൻ കച്ചവടക്കാരെയും മീൻ കച്ചവടം ചെയ്തതിനെയും ഒക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ നിന്നും അതിവിദൂരത്താണ്. കുണ്ടയം മേഖലയിൽ എനിക്ക് മത്സരിക്കാൻ സീറ്റില്ലാത്തത് കൊണ്ടാണ് വികസന സെമിനാറിന് വരാഞ്ഞത് എന്ന് പത്തനാപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുണ്ടയം പ്രദേശത്തെ പറ്റി നാളിതുവരെയായി കൃത്യമായി അറിയില്ല. കുണ്ടയത്ത് മൂലക്കട ഈസ്റ്റ്, മാർക്കറ്റ് തുടങ്ങിയ വാർഡുകൾ ജനറൽ വാർഡുകളാണ്. അവിടെ പുരുഷന്മാർക്ക് മത്സരിക്കാൻ സാധിക്കും. മാത്രമല്ല കുണ്ടയം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ജനറലാണ്, അവിടെയും മത്സരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതുപോലും അറിയാത്ത വിടുവായിത്തരം പറയാൻ അങ്ങ് നാവ് ദയവായി തുറക്കരുത്. അതുകൊണ്ട് അങ്ങ് പറയുന്നത് കേട്ട് ആളുകൾ, അങ്ങയുടെ കുറെ ഭക്തന്മാരുണ്ട്, അവർ കൈയടിക്കും, സോഷ്യൽ മീഡിയയിൽ എഴുതും എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പത്തനാപുരം ടൗണിന്റെ വികസനം നടക്കുന്നില്ല. കല്ലിങ്കടവ് പാലം നിങ്ങൾ വികസിപ്പിച്ച് അവിടെ പലതരത്തിലുള്ള ഉദ്യാനങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. പത്തനാപുരത്ത് ഏറ്റവും വലിയൊരു വികസനം ആവശ്യപ്പെട്ടിരുന്നത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരുടെ ഇടത്താവളമാണ്. ആ ഇടത്താവളത്തിന് 25 വർഷമായി അങ്ങ് എന്ത് ചെയ്തു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തള്ളി മറിക്കുന്നതല്ലാതെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണവും 25 വർഷത്തെ ഗണേഷ് കുമാറിന്റെ ഭരണവും ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന എന്ത് വികസനം നിങ്ങൾ നടപ്പിലാക്കി എന്ന് ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്.